നമസ്കാരം ശർമാജി. നമസ്തേ. നമുക്ക് കത്ത് വന്നിരിക്കുന്നത് കോഴിക്കോട് നിന്നാണ്. സോമനാഥനാണ് കത്ത് അയച്ചിരിക്കുന്നത്. ഓക്കെ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞാൻ കുറച്ചു കാലം വിദേശത്തായിരുന്നു, വലിയ മെച്ചമൊന്നും ഇല്ലാത്തതിനാൽ നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഒരു ബിസിനസ് ഞാൻ അവിടെ തുടങ്ങി, അതും ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. നിന്നു പോകുമോ എന്നാണ് ഇപ്പോൾ എൻ്റെ സംശയം. മുന്നോട്ട് നന്നായി കൊണ്ടുപോകാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അതിനുള്ള പരിഹാരം എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അതായത് സ്ത്രീ പുരുഷ പണ്ഡിത പാമര കുബേര കുചേല രാജ്യാന്തര രാഷ്ട്രീയ മത വ്യത്യാസമില്ലാതെ കണ്ടുവരുന്ന ഒരു കൃത്യമായ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു കാര്യമാണ്, ജാതക നിലയിൽ ഏതെങ്കിലും നവഗ്രഹങ്ങളിൽ, വിശിഷ്യ സപ്തഗ്രഹങ്ങളിൽ ഒരു ഗ്രഹം മൗഢ്യമായാൽ, മൗഢ്യൻ എന്ന് വെച്ചാൽ മൂഢൻ, മരണപ്പെട്ടവൻ എന്നാണ് അർത്ഥം. അങ്ങനെ ഒരു അർത്ഥം ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. അതായത് ആ ഗ്രഹത്തെ കൊണ്ട് ഫലദാന ശേഷിയില്ല, ആ ഗ്രഹം മരിച്ചതിന് തുല്യമാണ്. പിന്നെ അതിന് കൗമാരം, ബാല്യം, യൗവനം, ജരാന്തര ഇങ്ങനെ പറയുന്നു, ഒരു മനുഷ്യൻ്റെ വളർച്ച പോലെ. അതവിടെ നിൽക്കട്ടെ. ഒരു ഗ്രഹം മൗഢ്യമായ 12 കൊല്ലത്തേക്കിന് ആ വ്യക്തിക്ക് ദുർബുദ്ധിയും ബുദ്ധിമോശവും, അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വികടസരസ്വതിയായിട്ടും മാറും. 2 ഗ്രഹം ആണെന്നുണ്ടെങ്കിൽ 25 വർഷത്തോളം അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ കഷ്ടനഷ്ടങ്ങൾ വരികയും, അതുപോലെ തന്നെ അഭിവൃദ്ധി ഐശ്വര്യവും മേൽഗതിയും കുറയുകയും ചെയ്യും. പഴയ പോലെ തന്നെ വീണ്ടും വീണ്ടും അവർ പരിശ്രമിക്കും, ഓരോ കാര്യങ്ങൾക്ക് പണം മുടക്കും, ഉത്സാഹിക്കും. അവർ ഉത്സാഹം മാത്രം. നമുക്ക് തോന്നും യാതൊരു തരത്തിലുള്ള മദ്യപാനമോ പുകവലിയോ മറ്റ് ചീട്ടുകളിയോ അല്ലെ പന്തയങ്ങളോ അല്ലെ ലോട്ടറി എടുത്ത് കളയോ അല്ലെങ്കിൽ ഒരു ഇതും കാണത്തില്ല. പക്ഷേ ചെയ്യുന്നതെല്ലാം അപജയമായിട്ട് തീരും. 3 ഗ്രഹങ്ങളാണ് അങ്ങനെ മൗഢ്യമായിട്ട് നിൽക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ഗുരു, ശുക്രൻ, ശനി, ഈ 3 ഗ്രഹങ്ങളാണെങ്കിൽ ആശയ്ക്കും സർമ്മനന്മകളും ബുദ്ധിമോശത്താൽ താനേ നഷ്ടീഭവിപ്പതും ധ്രുവം. ആശിക്കും പ്രത്യാശിക്കുന്ന സർവനന്മകളും, മനുഷ്യൻ്റെ ജീവിതം നാളെ സുപ്രഭാതം ഉണ്ടെന്ന് കണ്ടാണ് ഇന്നത്തെ രാത്രി നാം കിടന്നുറങ്ങുന്നത്. നാളെ എന്തെല്ലാം പ്രതീക്ഷകൾ, ആ പ്രതീക്ഷയിലാണ് ഇന്നത്തെ സൂര്യൻ അസ്തമിക്കുന്നത്, വീണ്ടും ഉദിക്കുന്നു, അസ്തമിക്കുന്നു. ആ അങ്ങനെയുള്ള സർവ്വ നന്മകൾക്ക് വേണ്ടി ആണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഒരാൾ നശിക്കണേ എന്നും പറഞ്ഞ് ആരും ജീവിക്കുന്നില്ല. ആ സർവ്വ നന്മകളും ആശയ്ക്കും മോഹിക്കും സർവ്വനന്മകളും ബുദ്ധിമോശത്താൽ താനേ നഷ്ടീഭവിപ്പതും തോന്നും. വേറെ ആരും അതിന് ഉത്തരവാദിയല്ല, അവനവൻ തന്നെ വിനയാക്കി വെക്കുന്നു. അവനവന് തോന്നുന്നത് ശരി എന്ന് തോന്നി മുന്നോട്ട് പോകുന്നു. ആ ശരി ചിലപ്പം 10 പേര് ഇവരുടെ കൈകളിൽ നിന്ന് ഏതെങ്കിലും സമ്പത്തോ ആഹാരമോ വസ്ത്രമോ വേഷഭൂഷണാദികളോ അല്ലെങ്കിൽ ഒക്കെ മേടിച്ചോ അവസാനിച്ചു എന്ന് പറയും. നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്, സാഹചര്യം ചെയ്തിരിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ മേഡം ചെയ്തിരിക്കുന്നത് നല്ലതാണ്, പിന്നെ ഇത് നല്ല ബുദ്ധിയാണ്, ഭയങ്കര കൂർമ്മ ബുദ്ധിയാണ്, ഇതുപോലെ ആർക്കും ബുദ്ധിയൊന്നുമില്ല, നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ വാഴ്ത്തപ്പെടും. പക്ഷേ അവരുടെ മനസ്സിൽ പോലും ഉണ്ട് ഇയാൾ കാണിക്കുന്നത് വിഡ്ഢിത്തരമാണ്, അല്ലെങ്കിൽ ഇവൾ കാണിക്കുന്നത് വിഡ്ഢിത്തരമാണ് എന്നുള്ളത്. അപ്പോൾ ജോലിയാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും തരത്തിൽ ജോലി സ്ഥലത്തൊക്കെ വളരെ ഭവ്യതയോടെ നിന്നാൽ പോലും പറ്റാത്തൊരു കാലം. അപ്പം ഏതെങ്കിലും ഷൗട്ടിങ്ങൊക്കെ ഉണ്ടായാൽ അന്നേരം ജോലി രാജിവെക്കുക, റിസൈൻ ചെയ്യുക, അത് തോന്നിയപാട് ഇറങ്ങി പോകുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു നടപടിയിലായിരിക്കണം ഈ ജോലി പോയിരിക്കുന്നത്. ഇനി നാട്ടിൽ വന്നു കഴിഞ്ഞെന്നാലും ആശയ്ക്കും സർവ്വനന്മകളും ബുദ്ധിമോശത്താ താനേ നഷ്ടീഭവിപ്പതും 50 കൊല്ലത്തോളം ഇവരമ്പമ്പോ ബുദ്ധി ചാബല്യം കാട്ടിടും. ഇങ്ങനെ 3 ഗ്രഹങ്ങൾ മൗഢ്യത്തിൽ നിൽക്കുന്നതുകൊണ്ട് 50 കൊല്ലത്തോളം എന്ന് വെച്ചാൽ 50 വയസ്സ് വരെ എന്ന് കൂട്ടിയാൽ മതി, ബുദ്ധി ചാബല്യം കാണിക്കും, ഒന്നും സ്ഥിരതയായിട്ട് നിൽക്കത്തില്ല. അതുകൊണ്ട് ഇത്തരക്കാർക്ക് അവരുടെ സഹധർമ്മിണിയോ, സ്ത്രീകളാണെങ്കിൽ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ മക്കളോ അല്ലെ ഉറ്റവരോ ഉടയവരോ അവരെ ഏൽപ്പിച്ച് ഈ ഭാരങ്ങൾ കയ്യും കെട്ടി നിൽക്കുക എന്നുള്ളതാണ് നല്ലത്. ജോലിയൊക്കെ ചെയ്തുകൊള്ളുക, ബാക്കി ബുദ്ധിപരവും ആദർശപരവുമായ കാര്യങ്ങളിൽ ഇത്തരക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെ മുൻനിരയിൽ നിർത്തുക. ഇല്ലെന്നുണ്ടെങ്കിൽ ആശയ്ക്കും സർവ്വനന്മകളും ബുദ്ധിമോശത്താൽ താനേ നഷ്ടീഭവിപ്പതും 50 കൊല്ലത്തോളം ഇവരമ്പമ്പോൾ
ഇവരമ്പുമ്പോൾ ബുദ്ധി ചാബല്യം കട്ടിടും. അങ്ങനെ 50 വയസ്സ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മക്കളാലോ മക്കളുടെ മക്കളാലോ അല്ലെങ്കിൽ ഇണയാലോ ജീവിതത്തിന് അഭിവൃദ്ധി കണ്ടു തുടങ്ങും. ഇനിയെങ്കിലും നാട്ടിൽ വന്നാലും സ്വന്തം ബുദ്ധിയാൽ എടുത്തു ചാടി ഇത്തരം കാര്യങ്ങൾ ചെയ്യാതെ അവനവന് വേണ്ടപ്പെട്ടവരെ ഏൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഇങ്ങോട്ട് കത്തയച്ചതിന് ഒരു നന്മയുണ്ടാവും, അതിനൊരു ഫലമുണ്ടാവും. ഇല്ലെങ്കിൽ വെറുതെ 50 വയസ്സ് വരെ ഇങ്ങനെയൊക്കെ തന്നെ പോകാം. 50 വയസ്സോളം ഇവരമ്പമ്പോ ബുദ്ധിജാബല്യം അമ്പമ്പോ എന്ന് പറഞ്ഞാൽ പലതരത്തിൽ കടവും കൂടെ വരുത്തി വെക്കാവുന്നതാണ്. വലിയ ഗ്ലാമ്പിങ്ങൊക്കെ ചെയ്ത് കഷ്ടനഷ്ടങ്ങൾ വരുത്തി വെക്കും. അതുകൊണ്ട് സ്വന്തം ബുദ്ധിയിൽ ആലോചിക്കേണ്ട, പരിശ്രമിച്ചോളൂ. ബുദ്ധിയും യുക്തിയും ഒക്കെ അവനവന് വേണ്ടപ്പെട്ട ആളുകളോട് ചോദിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഇനി നാട്ടിൽ വന്നാലും ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം. കത്തയച്ചതിന് നന്ദി, നമസ്കാരം.